എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അഭിലാഷം, ഹണ്ട്, ഗെറ്റ് സെറ്റ് ബേബി, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ DNA തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സിൽ ഈ മാസം 30 DNA സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബാന്ദ്ര. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മെയ് മാസം 30 മുന്നേ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തിയാണ് തുടരും സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. തുടരും സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് തുടരും സിനിമ സ്വന്തമാക്കിയത്. ഈ മെയ് മാസം 29 അല്ലെങ്കിൽ 30 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടരും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. പക്ഷേ ബസൂക്ക സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 30 മുന്നേ ബസൂക്ക സിനിമ C5ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബസൂക്ക വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫൂട്ടേജ്. പക്ഷേ നല്ലൊരു ത്രില്ലർ സിനിമയാണ് ഫൂട്ടേജ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, ബേസിൽ തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. ഇപ്പോൾ ഇതാ സൈനാപ്ലൈ ആണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കോടുകൂടി കപ്പ് സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സർക്കീറ്റ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് സർക്കീറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് സർക്കീറ്റിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായി 2023 റിലീസായ സിനിമയാണ് രാമചന്ദ്ര. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയാണ്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് മോശം അഭിപ്രായമാണ് രാമചന്ദ്രയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് അഭിലാഷം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു നല്ല കോമഡി മൂവിയാണ്. പക്ഷേ അഭിലാഷത്തിന് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. സൈജി കുറുപ്പാണ് അഭിലാഷത്തിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇന്നാണ്. മനോരമ മാക്സിൽ മെയ് മാസം 23 അഭിലാഷത്തിന്റെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് അഭിലാഷം OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന അവസാനം എത്തിയിരിക്കുകയാണ്. മെയ് മാസം 23 ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ബാബരിയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഷാജി കൈലാസാണ് ഹണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. മോശം അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്കാണ് ഹണ്ട് സിനിമയുടെ OTT റിലീസ്. ഹണ്ട് സിനിമ വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. ഈ സിനിമയ്ക്ക് വേണ്ടിയും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗെറ്റ് സെറ്റ് ബേബി ഇന്ന് രാത്രി റിലീസാകാൻ സാധ്യതയുണ്ട്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി വരുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. മനോരമ മാക്സ് തന്നെയാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെയും OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി വന്നത്. അതുകൊണ്ട് തന്നെ നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ ഈ വീക്കിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ജിംഖാനയ്ക്ക് ലഭിച്ചത്. നസ്ലിനാണ് ജിംഖാനയിലെ നായകൻ. സിനിമ മുഴുവനായിട്ടും ഒരു ബോക്സിങ്ങിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. തെലുങ്കിലും സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി വന്നിട്ടില്ല. പക്ഷേ റൂമർ പ്രകാരം ആമസോൺ പ്രൈമിൽ മെയ് മാസം 25 സിനിമയുടെ റിലീസ്. ഒരുപാട് കോമഡിയും റൊമാൻസും സിനിമയിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ
കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.